സർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നു. 4 പ്രത്യേക യൂണിറ്റുകളുടെ എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നത്. കൂടാതെ സാറിനെ പോലുള്ള സീനിയർ മാധ്യമപ്രവർത്തകരുടെ, രാഷ്ട്രീയ നിരീക്ഷകരുടെ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഫലം എന്ന് പറഞ്ഞാൽ പ്രവചനങ്ങൾ. ഇതിലെല്ലാം തന്നെ UDF അനുകൂലമായ ഒരു വിധിയെഴുത്താണ് ഉണ്ടായിരിക്കുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും പറയുന്നത് ഏതാണ്ട് 90, 95 അല്ലെങ്കിൽ 92, 85 എന്നിങ്ങനെ UDF സീറ്റുകൾ കിട്ടും. അവര് UDF അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ സർവേ പുറത്തു വന്നതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ വളരെ വിചിത്രമായ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു വിചിത്രമായ പ്രസ്താവന നടത്തിയത്. ഒരുപക്ഷെ സാറും ശ്രദ്ധിച്ചു കാണും. അതായത് പുറത്തു വന്ന ഈ എക്സിറ്റ് പോൾ സർവേകളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ CPM-കാർ പറയുന്ന പോലെ വൈരുദ്ധ്യാത്മക ഭൗതിക വാദസിദ്ധാന്തം എന്നൊക്കെ പറയുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൻ്റെ എക്സിറ്റ് പോളിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാകും. ആ വ്യക്തമാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയായി വീണ്ടും പിണറായി വിജയൻ തന്നെ, സഖാവ് പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുമെന്നും കേരളത്തിൽ LDF തുടർ ഭരണം കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം പിണറായി വിരുദ്ധ വികാരം എവിടെയും എക്സിറ്റ് പോളിൽ പറഞ്ഞിട്ടില്ല. ഭരണ വിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ സ്തുത്യർഹമായ സേവനങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉള്ളറകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനവും ഭരണവും കിട്ടുക എന്നുള്ളതാണ് ആ എക്സിറ്റ് സർവേകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എനിക്കെത്ര ആലോചിച്ചിട്ടും പരിമിതമായ എൻ്റെ രാഷ്ട്രീയ അവബോധം വെച്ചുകൊണ്ട് എത്ര കണ്ട് വിശകലനം ചെയ്തിട്ടും എനിക്ക് MV ഗോവിന്ദൻ പറഞ്ഞത് മനസ്സിലായില്ല. എന്താണ് അങ്ങയുടെ അഭിപ്രായം? സന്ദേശം സിനിമയിൽ ശങ്കരാടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരാള് ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ശരിയാവുന്ന ഭാഷയിൽ ബോബി കൊട്ടാരക്കര എന്ന് പറയുന്ന കഥാപാത്രം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒന്ന് ലളിതമായി പറയുമെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നമ്മളെ താത്വികാചാര്യൻ പറയുന്നതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, നിങ്ങൾ കൃത്യമായി ക്ലാസ്സിന് വരാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ അധിക്ഷേപിച്ച് അടിച്ചിരുത്തുന്നുണ്ട്. ഇതേപോലുള്ള ഒരു പ്രസ്താവനയാണ് നമ്മുടെ ഗോവിന്ദൻ്റെത്. പക്ഷെ ആ ഗോവിന്ദന്റെ പ്രസ്താവനയിലും ഒളിഞ്ഞു കിടക്കുന്ന ചില കാപട്യങ്ങളുണ്ട്, നമ്മൾ കാണാത്ത ചില സത്യങ്ങളുണ്ട്. ആ സത്യം എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ 30 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5000-നും 6000-നും അടുക്കെ വോട്ടിന് LDF പിന്നിലായിരുന്നു, UDF മുന്നിലായിരുന്നു. ഈ 30 മണ്ഡലങ്ങളിൽ അട്ടിമറികൾ സൃഷ്ടിച്ചാൽ അത് LDF അധികാരത്തിൽ വരാനുള്ള മാർഗമായി തീരും. അതുപയോഗിച്ച് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് BJP-യുമായി ധാരണയുണ്ടാക്കി അവര് 30 മണ്ഡലങ്ങളിൽ LDF അനുകൂലമായ വോട്ട് 7000-8000 വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു വിവരമാണ് എൻ്റെ കൈവശം വന്നത്. അത് പ്രകാരം വരികയാണെങ്കിൽ LDF അധികാരത്തിൽ വരാനുള്ള ഒരു മാർഗമായി മാറാം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് UDF വിജയിക്കുന്ന 10 മണ്ഡലങ്ങളിൽ BJP സെക്കൻഡായി വരുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ BJP-ക്ക് അനുകൂലമായി CPM വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് പ്രാവർത്തികമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അതറിയണമെങ്കിൽ നമ്മൾ ഈ 4-ാം തീയതി കഴിയേണ്ടി വരും. പക്ഷെ പിണറായി വിജയൻ അത് അറിയാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് 75 സീറ്റോട് കൂടിയിട്ട് അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഗോവിന്ദൻ അത് റിപ്പീറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. കാരണം നമ്മൾ മുന്നിൽ കാണുന്ന സത്യം വളരെ വസ്തുതാപരമായിട്ട് എല്ലാ ചാനലുകളും എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വരുന്നു. അല്ലാതെയുള്ള നമ്മൾ യാത്രകളിൽ നിന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ സ്വരൂപിച്ച കാര്യങ്ങൾ കൊണ്ടും കേരളത്തിൽ ജനം ഒറ്റക്കെട്ടായി UDF അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. ഈവൻ BJP-യിലെയും CPM-ലെയും അണികൾ പോലും ഈ ഭരണം മാറാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആ സന്ദർഭത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ട എക്സിറ്റ് പോൾ അല്ല, അതിനെക്കാട്ടും വലിയ റിസൾട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും കൊടുത്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് പ്രകാരം കൃത്യമായി വരികയാണെങ്കിൽ 104 സീറ്റിൽ പരം UDF കിട്ടുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിൽ
ഇതിനപ്പുറത്തേക്ക് എന്തോ കള്ളത്തരം, കൃത്രിമത്വം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ EVM അട്ടിമറികൾ നടന്നിട്ടുണ്ടാകാം എന്നുകൂടി നമുക്ക് സംശയിക്കാം. സ്ട്രോങ് റൂമൊക്കെ കോഴിക്കോട് ഇറങ്ങിയിട്ടില്ലേ, തുറന്നിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള നമ്മൾ കാണാത്ത പല സംഭവങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത്തരം അട്ടിമറികളിലൂടെ ആവാം. എന്തായാലും ഭരണം ഇങ്ങനെ കിട്ടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ കരുതാം. പിന്നെ പിണറായി വിജയന് 31% ആളുകളുടെ പിന്തുണയുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നത് LDFന്റെ ഒറ്റ ആളേ ഉള്ളൂ. മറുഭാഗത്ത് VD സതീശൻ തുടങ്ങി ശശി തരൂര്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഈ 4 പേരും കൂടെ കൂട്ടുമ്പോൾ പിണറായിക്കാട്ട് ഏകദേശം വളരെ കൂടുതലാണ് ഇവര് എല്ലാരും കൂടെ ഉള്ളത്. സാറ് പറഞ്ഞ ഒരു കാര്യം ഗൗരവമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഗോവിന്ദൻ പറഞ്ഞ വാക്കും കൂട്ടി വായിക്കുമ്പോൾ അതിലൊരു വലിയ സത്യം ഒളിഞ്ഞു കിടക്കുന്നതായി തോന്നുന്നു. കാരണം 73 സീറ്റ് നേടി LDF അധികാരത്തിൽ വരുമെന്നാണ് അവസാനം ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. കാരണം ഇപ്പോൾ എക്സിറ്റ് പോൾ ആ സർവേ വെച്ച് നോക്കുമ്പോൾ 3 സീറ്റിലെ മാറ്റങ്ങൾ മാത്രമാണ് നേരത്തെ ഇടതുമുന്നണി അവകാശപ്പെട്ടിൽ നിന്നും കൂടുതലായി മാറുന്നത്. ഒരു 3, 4, 5 സീറ്റിന്റെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും 73 സീറ്റ് നേടി LDF അധികാരത്തിൽ വരുമെന്ന് MP ഗോവിന്ദൻ തറപ്പിച്ചു പറയുമ്പോൾ, സാറ് പറഞ്ഞതുപോലെ ഇതുപോലെ BJP LDF ധാരണ ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അത്ര ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറഞ്ഞത് എന്ന് വേണോ മനസ്സിലാക്കാൻ? അല്ല, അവർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ, അവർ കാണിക്കുന്ന തട്ടിപ്പുകൾ, അവർ കാണിക്കുന്ന ഇത്തരം കാര്യം, ഇലക്ഷനിൽ പോലും അട്ടിമറി സൃഷ്ടിച്ച് ഏത് വിധേനയും അധികാരത്തിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ, ഇതൊക്കെയാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ഇലക്ഷനിലും അവർ BJP മേലെ ധാരണയിൽ കൃത്യമായി മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJPയുടെ വോട്ട് കൊണ്ട് കൂടിയാണ് ഇത്രയധികം സീറ്റുകൾ അവർക്ക് വർദ്ധിക്കാൻ കാരണം. അല്ലെങ്കിൽ 72-73 സീറ്റുകളെ അവർ നിൽക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ തീരെ താഴേക്ക് പോയി എന്നുള്ള കാര്യം അവർക്കറിയാം. അവർ തീരെ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ്. ചിലപ്പോൾ 140 സീറ്റുകളിലും തോറ്റാൽ അത്ഭുതപ്പെടേണ്ട വരില്ല. കാരണം ന്യൂനപക്ഷ ഏകീകരണം ഒരു ഭാഗത്ത്, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി പോയി, ശബരിമല ഇഷ്യൂ വേറെ, ഭരണവിരുദ്ധ വികാരം, അഴിമതിയും കൊള്ളകായ്മയും സ്വജനപക്ഷവും നടത്തിയിട്ടുള്ള കേരള സർക്കാർ മാറണമെന്ന് CPM അണികളും BJP അണികളും ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അവർ കാണുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ ഇലക്ഷനിൽ UDF ആണ് അധികാരത്തിൽ വന്നത്. അപ്പൊ UDF ആണ് അടുത്ത അധികാരത്തിൽ വരാനുള്ളത് മനസ്സിലാക്കി BJP അണികൾ പോലും UDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാദുരന്തം കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, LDF അധികാരത്തിന് പോകണം എന്നുള്ള ചിന്താഗതിയാണ്. സാറേ, അതിലെല്ലാവരും എടുത്തു പറയേണ്ട ഒരു വസ്തുത, സാറ് പറഞ്ഞ പോലെ കൃത്യമായ ഭരണവിരുദ്ധ വികാരത്തെ അടിസ്ഥാനപ്പെടുത്തി വോട്ടിംഗ് പാറ്റേൺ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ കാണാതെ പോകേണ്ട, അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇക്കുറി പരസ്യമായി തന്നെ CPM-ൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങി പോന്നിരിക്കുന്നു. അമ്പലപ്പുഴയില് G സുധാകരനും, തളിപ്പറമ്പിൽ TK ഗോവിന്ദനും, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും അടക്കമുള്ള ആളുകൾ, ഐഷ പോറ്റി അടക്കമുള്ള ആളുകൾ, പി ശശി അല്ല PK ശശി അടക്കമുള്ള ആളുകൾ CPM-ന് പാളയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് CPM-ന്റെ ബദ്ധശത്രുക്കളായ UDF-ന്റെ പാളയത്തിൽ നിന്ന് അവർക്കെതിരെ മത്സരിക്കുമ്പോൾ കമ്മ്യൂണിസം നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇക്കുറി UDF-ന് അനുകൂലമായി പിണറായി വിജയനെതിരായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെ ആവില്ലേ? അല്ല, ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാം. ലോക്സഭാ ഇലക്ഷൻ മാതൃകയായി എടുക്കാൻ പറ്റില്ല. നിയമസഭാ ഇലക്ഷനിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ, പിന്നീട് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ LDF-ന് അനുകൂലമായി വരികയും പിന്നീട് LDF തന്നെ അധികാരത്തിൽ വരികയും ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ 2021 നമുക്ക് കണ്ടിട്ടുള്ളത്. ഇത്തവണ അങ്ങനെയല്ല. ലോക്സഭാ ഇലക്ഷനിൽ UDF-ന് അനുകൂലമായി വന്നത് വേറെ സ്ട്രാറ്റജിയായി കാണാം. കാരണം കേന്ദ്രത്തിൽ CPM-നെ കൊണ്ട് എന്ത് കാര്യം, അവിടെ കോൺഗ്രസ് അല്ലേ ആവശ്യം എന്നുള്ളത് കൊണ്ട് ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്നു. എന്നാൽ തിരിച്ചിട്ട് നിയമസഭയിൽ ഇവിടെ LDF-ന് CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഉണ്ടാവാറ്. ആ ട്രെൻഡ് അല്ല അടിത്തട്ടിലുള്ളത് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം. ആ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ അടിത്തട്ട് വരെയുള്ള പ്രവർത്തനം നടത്തി വിജയിച്ചിട്ട് അവർ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് തന്നെ UDF-ന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ നിരവധി ഘടകങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞു. സ്വർണ്ണക്കൊള്ളയാണെങ്കിലും, ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും, അതേപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമാണെങ്കിലും, ന്യൂനപക്ഷ ഏകീകരണമാണെങ്കിലും ഒരേപോലെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്.
അതില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ആ സന്ദർഭത്തിൽ LDF ഒരു തരത്തിലും വിജയിക്കാനുള്ള സാധ്യതയില്ല. ഇടതുപക്ഷത്തിന്റെ പ്രധാന ഘടകകക്ഷി, അതായത് LDFിലെ പ്രധാന കക്ഷിയായ CPI പോലും അവസാന നാളുകളിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് PM ശ്രീ അടക്കമുള്ള കാര്യങ്ങളിൽ. അല്ല, അതുപോലുള്ള ജനവിരുദ്ധമായ LDFിന്റെ നയങ്ങൾക്കെതിരായ കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന പിണറായി വിജയൻ BJPയുടെ തടവറയിലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം BJP പറയുന്ന കാര്യങ്ങൾ അച്ചടി അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹം അകത്താവും. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ, നയതന്ത്ര സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അതേപോലുള്ള ലാവ്ലിംഗ് കേസ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു ഏത് സമയത്തും പിടിച്ച് അകത്താക്കാവുന്ന ഒരാളെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ നാടകങ്ങളാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം വരാൻ വേണ്ടി 30 സീറ്റുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ LDFന് നഷ്ടപ്പെട്ട 5000-ലും ഏതേ വോട്ടിന് നഷ്ടപ്പെട്ട 6000 വോട്ട് 7000 വോട്ട് വരെയൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ BJP ഒരു എൻ ബ്ലോക്ക് ആയിട്ട് അവരെ വോട്ട്, RSSന്റെ വോട്ട് 7000 മുതൽ 8000 വരെ വോട്ട് മറച്ചു കുത്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ ഒരു പ്രതിഫലനം കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ CPM അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വന്ന എല്ലാ ഇതിലും തന്നെ 68 വരെ സീറ്റുകൾ പറയുന്നുണ്ട്, അല്ല 60 സീറ്റുകൾ പറയുന്നുണ്ട്. 60 സീറ്റ് പ്ലസ് 30 സീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും 90 സീറ്റ് വരെ 15 സീറ്റിലും അട്ടിമറി കഴിഞ്ഞാൽ പോലെ 75 സീറ്റ് കിട്ടിയില്ലേ? അല്ല, ആ ഒരു ധാരണ വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ സഖാവ് MP ഗോവിന്ദൻ 73 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള കാരണം അങ്ങനെയായിരിക്കാം. മാത്രമല്ല BJPക്ക് 10 സീറ്റിൽ തിരിച്ചു കുത്തിയിട്ട് 5 സീറ്റ് ജയിച്ചാൽ UDFന് 5 സീറ്റ് നഷ്ടപ്പെട്ടില്ലേ? 15, 5, 10, 15 സീറ്റ് നഷ്ടപ്പെട്ടാൽ UDFന് അധികാരം വരെ 30 സീറ്റ് എല്ലാം ജയിക്കണമെന്നില്ല. ഒരു 10, 15 സീറ്റ് LDF ജയിക്കുകയും അതേപോലെ 5 സീറ്റ് BJP ജയിക്കുകയും ചെയ്താൽ 20 സീറ്റിൽ അട്ടിമറി നടന്നില്ലേ? അപ്പം പക്ഷെ അത് നടക്കുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. കാരണം BJPയിലെ അണികൾ, CPMയിലെ അണികൾ വളരെ ശക്തമായ രൂപത്തിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭരണം മാറണം എന്നുള്ള നിലയിൽ അത് പ്രകടമായിരുന്നു എല്ലാ സ്ഥലത്തും. നമ്മൾ യാത്ര ചെയ്ത ആളുകളെ കണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ എത്രയോ CPM അണികളും എത്രയോ BJP അണികളും എന്നോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് സുനിൽ കനകോലിന്റെ ഈ കണക്കുകൾ പുറത്തു വന്നപ്പോഴും BJPയുടെ വോട്ടുകൾ CPMന് അറിയാൻ സാധ്യതയുണ്ടെങ്കിലും അത് താരതമ്യേന 6% ഉയരാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി നടക്കുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. ഇപ്പൊ സാറ് പറയുന്ന ഇങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭയാനകം തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേകളെല്ലാം കവച്ചു വയ്ക്കുന്നതായിരിക്കും. എന്തായാലും അന്തിമ ഫലം 4-ാം തീയതിയെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇത്തരം നിഗമനങ്ങൾ തെറ്റുകയാണെങ്കിൽ UDFന്റെ ഇപ്പോഴുള്ള അവകാശവാദങ്ങളെല്ലാം പൊളിയുന്നതായി വേണം മനസ്സിലാക്കാൻ. എന്തായാലും MP ഗോവിന്ദനും പിണറായി വിജയനും അവകാശപ്പെടുന്നത് പോലെ ഇത്തരം ഒരു കാര്യം നടക്കുകയാണെങ്കിൽ കൃത്യമായ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് എന്ന് വേണം അക്കാര്യത്തിൽ മനസ്സിലാക്കാൻ. ഇതിനൊക്കെ മറികടക്കുന്ന CPMന്റെയും BJPയുടെ അണികളുടെ വോട്ട് മറിയും. ഇതൊക്കെ കണക്കൂട്ടലുകളാണ്. അവർ വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അവർ പറയുന്നത് ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ ഓരോ ബൂത്തിലും 25 വോട്ട് വീതം CPM വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവരുടെ CPMന്റെയും CPIയുടെ ശക്തി കേന്ദ്രങ്ങളടക്കം വോട്ട് ഒഴുകിപ്പോയി സുരേഷ് ഗോപിക്ക്. അതേപോലെ അവിടെ പൂരം അട്ടിമറി നടത്തിയതും എല്ലാം തന്നെ അതിന്റെ ഒരു കൃത്യമായ BJPയുമായുള്ള ധാരണ പ്രകാരം അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നുള്ള അമിത്ഷായുടെ ധാരണ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള നാടകങ്ങളായിരുന്നു. അത് പിന്നീട് തെളിഞ്ഞല്ലോ. അവിടെ CPIയുടെ നേതാവ് തന്നെ സുനിൽകുമാർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് തള്ളിക്കളയാൻ പറ്റില്ല. പിണറായിയാണ് അപ്പുറത്തുള്ളത്, അപ്പുറത്ത് BJP ആണ്. പിണറായിനെ ഇത്രയും കാലം സംരക്ഷിച്ചുള്ള BJP ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ ഇത്തവണയും അട്ടിമറിക്കാൻ വേണ്ടി ഏത് മാർഗവും ഇവർ തമ്മിൽ ഉണ്ടാകും എന്നുള്ളതാണ് ദാവ. പക്ഷെ ജനങ്ങൾ അതിനപ്പുറത്തേക്കാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് പറയാൻ 104 മുതൽ 113 വരെ സീറ്റ് കിട്ടാം UDFന് എന്നുള്ളതാണ്. അത് തന്നെയാണ് VD സതീശൻ പറയുന്നത്. VD സതീശൻ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്കുള്ള അട്ടിമറി നടന്നിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് 4-ാം തീയതി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് കണക്കൂട്ടൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പിണറായിനെയും ഗോവിന്ദനെയൊക്കെ ഈ ആത്മവിശ്വാസം ഇത്തരം കള്ളക്കണക്കുകളും കള്ളത്തരങ്ങളും കൊണ്ടായിരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം.